ഗൈസ് നമ്മളങ്ങനെ കുളിച്ച് ഫ്രഷായി രണ്ടാമത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. നമ്മളൊന്ന് ബെഡ്റൂമിലിരുന്ന് കഴിക്കാന്ന് വെച്ചാൽ ഞാൻ ബെഡിലിരിക്കില്ല, ബെഡിലിരുന്ന് ഫുഡ് കഴിക്കൂല, നമ്മൾ കസേരയിൽ വെച്ച് സ്റ്റൂളിൽ വെച്ച് കഴിക്കാന്ന് വെച്ചാൽ ഞാനിവിടെ കസേരയിൽ ഇരുന്ന് മടിയെ പിടിച്ച് കഴിക്കാന്ന് വെച്ച് മേലെ ചൂട് കറക്കി ഇല്ലേ തേങ്ങ അപ്പൊ ഫാനിട്ട് ഇരുന്ന് കഴിക്കാമല്ലോ. അപ്പൊ ഇത് കപ്പയെന്ന് വിചാരിക്കരുത്, ഇത് ഉരുളക്കിഴങ്ങ് കറിയും സാമ്പാർ പോലെ വെച്ച് ഉരുളക്കിഴങ്ങ് കറി വെച്ചോ. അതാണ്. അപ്പൊ ഇത് കഴിച്ചാൽ നമുക്ക് ഈവനിംഗ് വാക്ക് നടക്കാൻ പരുത്തിക്കോയി ജംഗ്ഷനിലൊക്കെ പോകാനായിട്ട്. പിന്നെ നാളെ ഞായറാഴ്ച രാത്രി യൂട്യൂബ് ലൈവിലേക്ക് ലിങ്ക് എന്തായാലും ഇൻസ്റ്റയിൽ സ്റ്റോറിൽ ഇട്ടേക്കാം. കയറി വരണം. ഞായറാഴ്ച നാളെ രാത്രി 8 മണിക്ക് ഞാൻ ഫുഡ് കഴിക്കട്ടെ. ഫൈനലി ആദ്യം ഭക്ഷണം കഴിച്ചു തുടങ്ങി. ആദ്യം പറയട്ടെ എന്റെ തട്ടിക്കൂട്ട് സാമ്പാർ എങ്ങനെയുണ്ട്. സാമ്പാർ ഉരുളക്കിഴങ്ങും പപ്പായും വെച്ച് സാമ്പാർ അതാ ടേസ്റ്റ് ഉണ്ടല്ലേ. എന്തായാലും നമുക്ക് കഴിക്കാം. അപ്പൊ കഴിച്ച് നമ്മൾ ഈവനിംഗ് വാക്കിന് വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. നമുക്ക് പരുത്തിക്കു ജംഗ്ഷനിൽ പോകണം, താഴെ കടയിൽ പോകണം അല്ലേ നിഷു. അപ്പൊ അതിനോട് നമുക്ക് കൂട്ടുക. ഇപ്പൊ വെള്ളമുള്ളതുകൊണ്ട് നിഷു കറക്കി പൂ എറിഞ്ഞ് കളിക്കാനുള്ള പരിപാടി. പോവാ നാട്ടിലോടെ എത്തുമ്പോൾ ചിപ്പി ചേച്ചി തന്നെ. ചേച്ചിനെ വീട്ടിൽ പോയി കാണാൻ ചേച്ചിക്കാണ്. ചേച്ചി അമ്മയ്ക്ക് വഴിച്ച് കണ്ട് നമ്മൾ താഴെ ചേച്ചിയുടെ വീട്ടിൽ വന്ന് ചേച്ചി നമുക്ക് ചക്ക പുഴുങ്ങിയതും ചമ്മന്തി തന്നു. നിഷു ചക്ക പുഴുങ്ങിയതും ചമ്മന്തി തന്നിരിക്കുക. അതെ, നമ്മൾ അന്ന് ചേച്ചി കൊടുത്ത പട്ടിയാണ്, കക്കുടുവാണ്. അവൻ വളർന്നു കേസ്, അവൻ ഇച്ചിരി വളർന്നു. അപ്പൊ നമുക്ക് ചമ്മന്തി ചക്കയും നമുക്ക് കഴിച്ചിട്ട് പോവാം. എങ്ങനെയുണ്ട് ചക്ക? പൊളിയതേ. ചക്കയും ചമ്മന്തിയും പൊളി. അതാണ് ചക്ക പുഴുങ്ങി തേങ്ങാ ചമ്മന്തി ഉണ്ട്.